Hallelujah, 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 hallelujah. സ്വതന്ത്രമായിട്ട് എല്ലാവരും ചേർന്ന് സ്തുതിക്കാമോ? മധ്യത്തിലേക്ക് കടന്നു വരുന്നു രാജാതിരാജനായ യേശുനാഥൻ, പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന യേശുക്രിസ്തു. പാസ്മോസ് ദ്വീപിലോ ഒറ്റപ്പെട്ട സമയത്ത് എല്ലാം നഷ്ടപ്പെട്ടതുപോലെ ഒരനുഭവം ഉണ്ടായ നിമിഷം സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തി യോഹന്നാൻ ശ്ലീഹ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പിതാവിന്റെ വലതുഭാഗത്ത് ദൈവത്തിന്റെ കുഞ്ഞാട്, അറക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട് നിൽക്കുന്നതായി കാണുകയാ. കരമുയർത്തി ആ കുഞ്ഞാടിതാ അപ്പത്തിന്റെ രൂപത്തിലോ ഇതാ നമ്മുടെ മധ്യത്തിലോ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, രോഗികളെ സുഖപ്പെടുത്തുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, പാപികൾക്ക് പാപമോചനം നേടിക്കൊടുത്ത ദൈവത്തിന്റെ കുഞ്ഞാട്. കരമുയർത്തി വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ, സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. കരങ്ങൾ വീശി ചേർന്ന് പാടാം. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. എല്ലാവരും ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ, ദൈവത്തിന്റെ കുഞ്ഞാടേ യോഗ്യൻ നീ, യോഗ്യനായ ദൈവമേ, യോഗ്യൻ നീ. സ്തുതിക്കും ആരാധനയ്ക്കും കുഞ്ഞാടേ നീ യോഗ്യനായ ദൈവം, യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ, ദൈവം യോഗ്യൻ നീ, യോഗ്യൻ നീ. എല്ലാവരും ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ, സർവശക്തനായ ദൈവം, യോഗ്യൻ നീ, യോഗ്യൻ നീ. പാപങ്ങളെ ഏറ്റെടുത്തവൻ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് അവിടുന്ന് സ്വന്തം ശരീരത്തെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവിടുന്ന് വിട്ടുകൊടുത്തു എങ്കിലോ പിതാവായ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം പുത്രനായ യേശു നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് പരിഹാരമായി അവന്റെ ശരീരത്തെ പാപത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അവിടുന്ന് നമുക്ക് രക്ഷ നേടിത്തന്നു. ഈശോയെ, ആ വലിയ സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? സ്നേഹത്തോടെ വിളിക്കാമോ? നമുക്കൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. നിത്യമായി സ്നേഹിച്ചെന്നെ തിരുമീണത്താൽ വീണ്ടെടുത്തു, ഉയർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനെ. ഉയർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനെ. കരങ്ങൾ വീശി ചേർന്ന് പാടാം. യോഗ്യൻ നീ
യേശുവേ സ്തുതികൾക്കു യോഗ്യൻ നീ സർവശക്തനേ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ അഭിഷേക യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. ശക്തിയോടെ എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി വലിയ അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ അഭിഷേകം പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഇതാ വ്യാപരിക്കപ്പെടുന്നു. ഉത്ഥാനം ചെയ്ത യേശുവിൽ നിന്ന് ശക്തി ഇതാ വ്യാപരിക്കുന്നു. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? പോരാ അഭിഷേകത്തോടെ പ്രാർത്ഥിച്ച് ഒരു പുതിയ പെന്തക്കോസ്ത് അഭിഷേകം വ്യാപരിക്കപ്പെടുന്നുണ്ട്. സർവശക്തനായ യേശുവിൽ നിന്ന് ഇതാ ശക്തി വ്യാപരിക്കുന്നു. ഉത്ഥാനം ചെയ്ത യേശുവിൽ നിന്ന് ഇതാ ശക്തി വ്യാപരിക്കുന്നു. മുടന്തനായ മനുഷ്യനിലേക്ക് ശക്തി വ്യാപരിച്ചപ്പോൾ യേശുവിന്റെ ശക്തി അവന്റെ ശരീരത്തിലോ വെളിപ്പെട്ടപ്പോൾ അവൻ പൂർണ്ണനായി മാറി. ഓരോ ദൈവവചനിലും ക്രിസ്തുവിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ അവൻ പൂർണ്ണനായി തീരുകയ ദൈവത്തെ പോലെ. കരങ്ങൾ ഉയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? സൗഖ്യദായകൻ എന്നേശു അടിപ്പിണരാൾ സൗഖ്യം നൽകി. ആശ്രയം നീ എന്റെ നാഥ, എത്ര മാധുര്യം ജീവിതത്തെ. ആശ്രയം നീ എന്റെ നാഥ, എത്ര മാധുര്യം ജീവിതത്തിൽ. കരങ്ങൾ വീശി ചേർന്ന് പാടാം. സ്വരമുയർത്തി വിളിക്കുന്നു. ഈശോയെന്ന് വിളിക്കുന്നു. അഭിഷേകത്തോടെ വിളിക്കുന്നു. ശക്തിയോടെ വിളിക്കുന്നു. സ്നേഹത്തോടെ വിളിക്കുന്നു. വലിയ തീക്ഷ്ണതയോടെ വിളിക്കുന്നു. രക്ഷകനായ ദൈവത്തെ വിളിക്കുന്നു. ഉയർത്തെഴുന്നേറ്റവനെ വിളിക്കുന്നു. യുഗാന്ത്യം വരെ കൂടെ വസിക്കുവാൻ അപ്പത്തിന്റെ രൂപത്തില് സ്വയം രൂപാന്തരപ്പെട്ട യേശു ക്രിസ്തുവിനെ, നസ്രായനായ യേശുവിനെ വിളിക്കുന്നു. ഈശോയെന്ന് വിളിക്കുന്നു. ഈശോയെന്ന് വിളിക്കുന്നു. ഈശോയെന്ന് വിളിക്കുന്നു. ഈശോയെന്ന് വിളിക്കുന്നു. കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. ആഗ്രഹത്തോടെ ആകാശം പിളർന്ന് ദൈവാരൂപിയെ ഈ സമൂഹത്തിന്റെ മേൽ ഇപ്പോൾ വ്യാപരിക്കണമേ. പുത്രനായ യേശു സ്നാപയോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ച് കരയിലേക്ക് കയറിയപ്പോൾ ആകാശം പിളർന്ന് ദൈവത്തിന്റെ പരിശുദ്ധാരൂപി പുത്രനായ യേശുവിലേക്ക് ആവസിച്ചതുപോലെ അതേ ആത്മാവ് സഹിയോൻ ഊട്ടുശാലയിലോ പ്രാർത്ഥനയിലായിരുന്ന അപ്പസ്തോലന്മാരുടെ മേലും പരിശുദ്ധ കന്യാമറിയത്തിന്റെ മേലും വന്ന് നിറഞ്ഞതുപോലെ ആകാശം പിളർന്ന് കൊടുങ്കാറ്റിന്റെ വേഗതയിലോ ഈ സമൂഹത്തിന്റെ മേല് ദൈവാരൂപി വ്യാപരിക്കട്ടെ. കരമുയർത്തി പരിശുദ്ധാത്മാവേന്ന് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേന്ന് വിളിക്കുന്നു.
പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അപ്പസ്തോലന്മാരിൽ വെളിപ്പെട്ട യേശുവിനെ വിളിക്കാമോ? നസ്രായനായ യേശുവിനെ വിളിക്കാമോ? യേശുവിനെ വിളിക്കാമോ? പ്രാർത്ഥിക്കാം. കർത്താവേ, ആകാശം പിളർന്ന് വന്നീരണേ. കർത്താവേ, ആകാശം പിളർന്ന് വന്നീരണേ. നിന്റെ സാന്നിധ്യത്തിൽ പർവ്വതം വിറകൊണ്ടിടട്ടെ. നിന്റെ സാന്നിധ്യത്തിൽ പർവ്വതം വിറകൊണ്ടിടട്ടെ. കർത്താവേ, ആകാശം പിളർന്ന് വന്നീരണേ. കർത്താവേ, ആകാശം പിളർന്ന് വന്നീരണേ. സാന്നിധ്യത്തിൽ പർവ്വതം വിറകൊണ്ടിടട്ടെ. നിന്റെ സാന്നിധ്യത്തിൽ പർവ്വതം വിറകൊണ്ടിടട്ടെ. കർത്താവേ, ആകാശം പിളർന്ന് വന്നീരണേ. കർത്താവേ, ആകാശം പിളർന്ന് വന്നീരണേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ദൈവമേ, ആത്മാവേ, റൂഹായേ, ആകാശം പിളർന്ന് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഖുറൈബ് മലയില് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വന്നത് അതുപോലെ തന്നെ സഹിയോൻ ഊട്ടുശാലയില് പ്രാർത്ഥനയിലായിരുന്ന അപ്പസ്തോലന്മാരുടെ മേല് ദൈവത്തിന്റെ മഹത്വം ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നിൽക്കുന്നതായി അവർ പരസ്പരം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ, ഈശോയെ എന്ന് വിളിച്ചേ. യേശുവേ, 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 ഈശോയെ, 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 ഈശോയെ. മക്കളെ വിളിക്കുന്നു. ദൈവത്തിന്റെ മക്കള്, ഈശോയുടെ മക്കള് ഈശോയെ വിളിക്കുക. ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയുടെ മക്കളെ വിളിക്കുന്നു. ഈശോയുടെ മക്കളെ വിളിക്കുന്നു. ഈശോയുടെ മക്കളെ വിളിക്കുന്നു. സമുദ്രം ജലത്താൽ കവിയും പോലെ മലകൾ കാർമേഘത്താൽ നിറയും പോലെ സമുദ്രം ജലത്താൽ കവിയും പോലെ മലകൾ കാർമേഘത്താൽ നിറയും പോലെ നിന്റെ സാന്നിധ്യവും നിന്റെ സാമീപ്യവും ഞങ്ങളിൽ നിറയ്ക്കണമേ. 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 കർത്താവേ, ആകാശം പിളർന്ന്
വന്നിടണേ. ജീവിതങ്ങളിലേക്ക് ആകാശം പിളർന്ന് വന്നിടണേ. കുഞ്ഞുങ്ങളിലേക്ക് കർത്താവേ ആകാശം പിളർന്ന് വന്നിടണേ. രോഗാവസ്ഥയിലേക്ക് ആകാശം പിളർന്ന് തകർന്ന വന്നിടണേ. ജീവിതങ്ങളിലേക്ക് ആകാശം പിളർന്ന് വന്നിടണേ. കർത്താവേ ആകാശം പിളർന്ന് വന്നിടണേ. മലയിൽ അങ്ങ് ഇറങ്ങിയപ്പോ താബോർ മലയിൽ അങ്ങ് ശോഭിതനായതുപോ മലയിൽ അങ്ങ് ഇറങ്ങിയപ്പോ താബോർ മലയിൽ അങ്ങ് ശോഭിതനായതുപോ നിന്റെ രൂപവും നിന്റെ ഭാവവും ഞങ്ങളിൽ നിറയ്ക്കേണമേ. നിന്റെ രൂപവും നിന്റെ ഭാവവും ഞങ്ങളിൽ നിറയ്ക്കേണമേ. രൂപവും നിന്റെ ഭാവവും ഞങ്ങളിൽ നിറയ്ക്കേണമേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. രൂപവും നിന്റെ ഭാവവും ഞങ്ങളിൽ നിറയ്ക്കേണമേ. രൂപവും നിന്റെ ഭാവവും ഞങ്ങളിൽ നിറയ്ക്കേണമേ. ഉയർത്തിപ്പിടിച്ചു രൂപവും നിന്റെ ഭാവവും ഞങ്ങളിൽ നിറയ്ക്കേണമേ. നിന്റെ രൂപവും നിന്റെ ഭാവവും ഞങ്ങളിൽ നിറയ്ക്കേണമേ. ദൈവശക്തി ആകാശം പിളർന്ന് വന്നിടണേ. കർത്താവേ ആകാശം പിളർന്ന് വന്നിടണേ. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ സാന്നിധ്യം ആകാശം പിളർന്ന് വ്യാപരിക്കുന്നു. വന്നിടണേ. വലിയ സൗഖ്യം സംഭവിക്കുന്നുണ്ട്. അത്ഭുതകരമായ ആകാശം പിളർന്ന് വന്നിടണേ. സ്വയം വിളിക്കുന്നു. ആകാശം പിളർന്ന് വന്നിടണേ. യേശുവേന്ന് വിളിക്കുന്നു. ആകാശം പിളർന്ന് വന്നിടണേ. കർത്താവേ ആകാശം പിളർന്ന് നോട്ടുശാലയിൽ വന്നതുപോലെ മാമോദീസായുടെ നിമിഷത്തിലോ ഞങ്ങളിലേക്ക് വന്ന ആത്മാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, അമ്മയിൽ വെളിപ്പെട്ടതുപോലെ, പരിശുദ്ധ അമ്മയിൽ വെളിപ്പെട്ടതുപോലെ, 12 ശ്രീഹന്മാരിൽ വെളിപ്പെട്ടതുപോലെ, ദൈവാത്മാവേ വിശുദ്ധ ജാമരപിതാവിലോ വെളിപ്പെട്ടതുപോലെ, വിശുദ്ധ അൽഫോൻസാമയിലോ വെളിപ്പെട്ടതുപോലെ, വിശുദ്ധ എഫ്രസ്യാമയിലോ വെളിപ്പെട്ടതുപോലെ ദൈവാത്മാവേ ഞങ്ങളിൽ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമക്കള് യേശുവിനെ വിളിക്കുന്നു, ഈശോയേന്ന് വിളിക്കുന്നു, ഈശോയേന്ന് വിളിക്കുന്നു.
ഈശോയെന്ന് വിളിക്കുന്നു. കിട്ടിയ കൃപയോർത്ത് നന്ദി പറഞ്ഞേ. വലിയ അഭിഷേകവും വലിയ സാന്നിധ്യവും വലിയ ശക്തിയും ഈശോ നമുക്ക് വെളിപ്പെടുത്തി തന്നു. കരമടിച്ച് തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താമോ? കരമടിച്ച് ശക്തിയോടെ കരഘോഷത്താൽ ദൈവത്തെ ആരാധിക്കുന്നു. ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കരങ്ങളടിച്ച് എല്ലാവരും എഴുന്നേറ്റ് നിന്നു കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കുക. വലിയ അഭിഷേകം വ്യാപരിക്കുക. അത്ഭുതകരമായ ദൈവ സാന്നിധ്യം വെളിപ്പെടുകയാണ്. കേട്ട വചനങ്ങള് ഓരോ മക്കളിലും അഭിഷേകം ചെയ്യപ്പെടുകയാണ്. സ്വീകരിച്ച പരിശുദ്ധമായ കൂദാശ ഓരോ ശരീരങ്ങളിലും വെളിപ്പെടുകയ. സൗഖ്യമായിട്ട്, അനുഗ്രഹമായിട്ട്, അഭിഷേകമായിട്ട്, വലിയ വിടുതലായിട്ട്, വലിയ വചനമായിട്ട് കർത്താവിന്റെ ആത്മാവ് നാവില് വെളിപ്പെടുന്നുണ്ട്. വിശുദ്ധമായ വാക്കുകള്, വചനങ്ങള് പ്രഘോഷിക്കുവാൻ, പറയുവാൻ, യേശുവിനെ കുറിച്ച് പറയുവാനുള്ള അത്ഭുതകരമായ ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി നാവിൽ വെളിപ്പെടുന്നതായി ആത്മാവ് കാണിച്ചു തരുന്നു. കരമുയർത്തി ഈശോയെന്ന് വിളിക്കാം. ഈശോയെന്ന് വിളിക്കാം. ഈശോയെന്ന് വിളിക്കാം. കരമടിച്ചു പാടി പ്രാർത്ഥിക്കുന്നു എല്ലാവരും, ചെറിയവരും വലിയവരും എല്ലാം. ദൈവം പ്രവർത്തിക്കും എനിക്കായി അത്ഭുതങ്ങളെ, ദൈവം തുറന്നിടും എനിക്കായി വഴികളെ. ദൈവം പ്രവർത്തിക്കും എനിക്കായി അത്ഭുതങ്ങളെ, ദൈവം തുറന്നിടും എനിക്കായി വഴികളെ. കരമുയർത്തി പാടാം. ഞാൻ വിശ്വസിക്കുന്നു എല്ലാം സാധ്യമാകും, കാത്തിരിക്കുന്നു ദൈവ പ്രവർത്തിക്കായി. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല, വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല, വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. മരുവിൽ തന്മക്കളെ മന്ന നൽകി നടത്തിയപ്പോ, മരുവിൽ തന്മക്കളെ മന്ന നൽകി നടത്തിയപ്പോ, എനിക്കായി വേണ്ടതല്ല എന്റെ ദൈവം ഒരുക്കിടുമേ. എനിക്കായി വേണ്ടതല്ല എന്റെ ദൈവം ഒരുക്കിടുമേ. ഞാൻ വിശ്വസിക്കുന്നു എല്ലാം സാധ്യമാകും, കാത്തിരിക്കുന്നു ദൈവ പ്രവർത്തിക്കായി. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല, വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല, വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. ഉയർത്തിയെടുത്ത് പാടാം. ശത്രുവിൻ പാളയങ്ങൾ ചുറ്റും നിരന്നിടുമ്പോ, ശത്രുവിൻ പാളയങ്ങൾ ചുറ്റും നിരന്നിടുമ്പോ, അവിടുന്ന് എന്നെ വിടുവിക്കുവാ എന്റെ ദൈവം ഇറങ്ങി വരും. അവിടുന്ന് എന്നെ വിടുവിക്കുവാ എന്റെ ദൈവം ഇറങ്ങി വരും. ഞാൻ വിശ്വസിക്കുന്നു എല്ലാം സാധ്യമാകും, കാത്തിരിക്കുന്നു ദൈവ പ്രവർത്തിക്കായി. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല, വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. താമസിക്കില്ല, ഒട്ടും താമസിക്കില്ല, വാക്കു തന്നവൻ എന്നെ മാനിച്ചിടും. എല്ലാവരിലും വെളിപ്പെടട്ടെ. അഭിഷേകം വ്യാപരിക്കുന്ന എല്ലാ മക്കളും അനുഗ്രഹീതരായി തീരട്ടെ. തലവേദനയുള്ള ഒരു വ്യക്തിയെ ഈശോ ഇപ്പോൾ സുഖപ്പെടുന്ന ആത്മാവ് കാണിച്ചു തരുന്നുണ്ട്. കരമുയർത്തി ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ?
ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? നമുക്ക് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒന്ന് രണ്ട് സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ട് തമ്പുരാന്റെ മഹത്വപ്പെടുത്താം. നമുക്ക് എന്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷി എഴുതുന്നത്. അവൾ കുവൈറ്റിലോട്ടുള്ള ഇന്റർവ്യൂ ടെസ്റ്റ് പാസ്സായി. പക്ഷെ 13 ലക്ഷം രൂപ വേണമായിരുന്നു. ഞങ്ങളുടെ കൈവശം പൈസ ഒന്നുമില്ലായിരുന്നു. മോൾ മാർട്ടിൻ ബ്രദറിനെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞ് പോകാൻ സാധിച്ചുവെങ്കിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേരുകയും ചെയ്തു. മാർട്ടിൻ ബ്രദർ പറഞ്ഞു പോകാൻ സാധിക്കും, പ്രാർത്ഥിക്കാമെന്ന്. ഞങ്ങൾ ചോദിച്ചവരെല്ലാവരും ഞങ്ങൾക്ക് പൈസ തന്നു. മോൾക്ക് അങ്ങനെ വിദേശത്ത് പോകാൻ സാധിച്ചു. അവിടെ ചെന്നപ്പോൾ നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. അതുപോലെ മകന് ബാങ്കിൽ ജോലി കിട്ടി. രണ്ടാമത്തെ മോളുടെ കല്യാണം ഭംഗിയായി നടന്നു. കൂടാതെ നിരവധിയായ അനുഗ്രഹങ്ങൾ ഈശോ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ വലിയ കാരുണ്യ. ദൈവവചനം അനുസരിച്ച് ജീവിക്കുവാൻ ആരംഭിക്കുമ്പോൾ, കർത്താവിന്റെ തിരുസന്നിധി വന്ന് വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ അഭിഷേകം ജീവിതത്തിൽ വെളിപ്പെടുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു സാക്ഷ്യം, എന്റെ മോന് സൂപ്പർവൈസർ ജോലിയുടെ കാലാവധി തീർന്നു. അത് പുതുക്കി കിട്ടുന്നതിന് വേണ്ടി ബ്രദറിനോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരുന്നു. ജോലി കിട്ടുമെന്ന് ബ്രദർ പറഞ്ഞു. ഞാൻ ഏപ്രിൽ 26-ാം തീയതി ധ്യാനത്തെ സംബന്ധിച്ച് ധ്യാനത്തിൽ പങ്കെടുക്കാൻ പറഞ്ഞു. ചൊവ്വാഴ്ച ജോലി തടസ്സം കർത്താവ് മാറ്റുന്നതായി ബ്രദർ വിളിച്ചു പറഞ്ഞു ധ്യാനത്തിന്റെ സമയത്ത്. ബുധനാഴ്ച തന്നെ ജോലിക്ക് ചെല്ലാൻ കമ്പനി ആവശ്യപ്പെട്ടു. അങ്ങനെ ആ മകന് ജോലിയിൽ പ്രവേശിച്ചു. കരമുയർത്തി തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുപോലെ തന്നെ ഭർത്താവിന്റെ കഴുത്തിലുണ്ടായിരുന്ന രോഗം, വേദന, അസുഖം മാറിക്കിട്ടിയെന്ന് ആ സഹോദരി സാക്ഷ്യപ്പെടുന്നു. ഭയങ്കരമായ ഗ്യാസിന്റെ അസുഖം ഉണ്ടായിരുന്നു, അസിഡിറ്റി രോഗം. അത് പരിപൂർണമായും സുഖപ്പെട്ടു. കരങ്ങൾ ഉയർത്തി നമുക്ക് തമ്പുരാനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ കുടുംബത്തിലെ വലിയ സമാധാനം, സന്തോഷം അനുഭവിക്കുവാൻ സാധിച്ചു. കരമുയർത്തി തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? എന്റെ പേര് സുമ. ഞാൻ സൗദിയിൽ ജോലി ചെയ്യുന്നു. ഞാൻ എല്ലാ ആഴ്ചകളിലും ഇന്റർനെറ്റിലൂടെ കുടമാടൂർ പള്ളിയിലെ വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. എനിക്കൊരു പെൺകുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടി ആരാധന നടത്തിക്കൊള്ളാമെന്ന് നേർന്ന് പ്രാർത്ഥന ഫലമായി ഒരു പെൺകുഞ്ഞിനെ കർത്താവ് നൽകി അനുഗ്രഹിച്ചു. കരമുയർത്തി ഇന്റർനെറ്റിലൂടെ ഈ ദിവ്യകാരുണ്യ നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ, ഒരു കുഞ്ഞിനെ തരാവോ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ, നീ ഇവിടെ നിന്ന് കൽപ്പിച്ചരുളിയാൽ എന്റെ ഭൃത്യൻ സൗഖ്യം പ്രാപിക്കും. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ആ സഹോദരി പറയും, അതുപോലെ പ്രഗ്നന്റ് ആയ സമയത്ത് ഒരു രാത്രിയിലെ ശക്തമായ വയറുവേദന വന്നു. ഞാൻ ഒറ്റയ്ക്ക് ആയിരുന്നു. ആ സമയത്ത് എന്തു ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ മേലാതെയായി. കുടമാളൂർ പള്ളിയിൽ ഒരു ആരാധന നടത്തിക്കൊള്ളാമെന്ന്, ഏറ്റെടുത്ത് നടത്താമെന്ന് നേർന്ന പ്രാർത്ഥന ഫലമായി ആ നിമിഷത്തില് ഉദരവേദന സൗഖ്യം പ്രാപിച്ചു. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? രക്ഷകനായ ദൈവത്തെ, ജീവനുള്ള ദൈവം, ഇന്നും വസിക്കുന്നവൻ, പരിശുദ്ധ കുർബാനയിലോ വസിക്കുന്ന ജീവനുള്ള ദൈവത്തെ മക്കൾ വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. യേശുനാമമെന്റെ ആശ്രയം, ആശ്രയത്ത നേരമെന്റെ ആശ്വാസം, നിൻ വചനമാതി ദൂകിനി എന്റെ വേദനകൾ സൗഖ്യമാക്കണേ. കരങ്ങൾ ഉയർത്തി ചേർന്ന് പാടാം. ഉള്ളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ. ഓ എന്റെ മോചക, ഉള്ളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു വൈകല്ലേ. ഓ എന്റെ മോചക. എന്റെ പേര് ജെസ്സി.
2 വർഷത്തോളമായി ഞാൻ കുടമാളൂർ പള്ളിയിലെ വെള്ളിയാഴ്ച നടക്കുന്ന ആരാധനയിൽ വചനപ്രഘോഷണത്തിൽ പങ്കെടുക്കുവാൻ തുടങ്ങിയിട്ട് ഇതുവഴിയായി കർത്താവ് എനിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകി. ദൈവസന്നിധിയിൽ 2 വർഷത്തോളം നിന്ന് വചനം കേട്ട് ആരാധിച്ച് യേശുവിനെ നാഥനും രക്ഷകനുമായി സ്വന്തമാക്കിയപ്പോൾ കുടുംബത്തില് ഒത്തിരിയേറെ ദൈവാനുഗ്രഹം ലഭിച്ചുവെന്ന് ആ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയും എന്റെ മകൾക്ക് +2 പഠിക്കുകയായിരുന്നു. പഠിക്കുവാൻ ഒട്ടും മിടുക്കിയല്ലായിരുന്നു. നന്നായി പഠിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞാൻ എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. നല്ല മാർക്ക് ലഭിക്കണമെന്ന് നിയോഗം വെച്ച് ഞാനും എന്റെ 2 മക്കളും കൂടി കുന്നന്താനം സെഹിയോൻ ധ്യാന കേന്ദ്രത്തില് ഡിസംബർ 28 മുതൽ ജനുവരി 1 വരെയുള്ള ധ്യാനത്തില് പങ്കുചേർന്നു. നമ്മുടെ ഈ ടീം നടത്തുന്ന കുന്നന്താനം സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന ധ്യാനത്തില് അവർ പങ്കുചേർന്നു. അതിന്റെ ഫലമായി കർത്താവ് എന്റെ മകൾക്ക് ഇന്നലെ +2 പരീക്ഷ റിസൾട്ട് വന്നപ്പോൾ 89% മാർക്ക് നൽകി അനുഗ്രഹിച്ചു. കരമുയർത്തി സർവശക്തിയോടെ സർവശക്തനായ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? കരമടിച്ചു വലിയ ആനന്ദത്തോടെ ആടി പ്രാർത്ഥിക്കാം. എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയില എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ. എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയില എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ. അതു യേശുവായിരുന്നു, എന്റെ രക്ഷയായിരുന്നു. അവൻ എന്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. അതു യേശുവായിരുന്നു, എന്റെ രക്ഷയായിരുന്നു. അവൻ എന്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. ബഥൈദ ഉള്ളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ. ഓ എന്റെ യേശുവേ, ബഥൈദ ഉള്ളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ. ഓ എന്റെ യേശുവേ, വൈകല്ലേ. ഓ എന്റെ യേശുവേ, വൈകല്ലേ. ഓ എന്റെ യേശുവേ, വൈകല്ലേ. ഓ വൈകല്ലേ. 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 അഭിഷേകം നിറയട്ടെ, അഭിഷേകം ആത്മാവ് നിറയട്ടെ. ഈശോയെ സുഖപ്പെടുത്തുന്ന ഓരോ മണിക്കൂറുകളെ ഓർത്ത്, ഓരോ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. റാണി എന്ന സഹോദരി എല്ലാ വെള്ളിയാഴ്ചയും മുടങ്ങാതെ ഈ ആലയത്തിൽ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന വ്യക്തിയാണ്. എന്റെ അമ്മയ്ക്ക് പനിയും വയറുവേദനയും വന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാനിംഗ് കിഡ്നിയിൽ മുഴയാണെന്ന് കണ്ടു. ഞാൻ ആരാധനയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചു. 2ാം പ്രാവശ്യം വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ മുഴയല്ലാതെ ചെറിയ പഴുപ്പാണെന്ന് ഡോക്ടർ പറഞ്ഞു. മരുന്ന് കഴിച്ചാൽ മാറുമെന്ന് പറഞ്ഞു. ഈ സൗഖ്യം നൽകിയ തമ്പുരാന്റെ കാരുണ്യം, മുഴ അലിഞ്ഞു മാറി. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. മരുന്നോ ലേപന ഔഷധമല്ല, ദൈവത്തിന്റെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. വചനമയച്ച് അവരെ സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ചാട്ടവാറുകൊണ്ട് പ്രഹരമേത്തവേ ചീറ്റിയില്ല കോപമെന്റെ നായകൻ.
ചാട്ടവാറു കൊണ്ടു പ്രഹരമേറ്റവേ ചീറ്റിയില്ല കോപമെന്റെ നായകൻ. അവൻ ശാന്തനായിരുന്നു, അത് ശക്തിയായിരുന്നു. അവൻ എന്ത് കോപത്തീ അടച്ചു നിന്നു. അവൻ ശാന്തനായിരുന്നു, അത് ശക്തിയായിരുന്നു. അവൻ എന്ത് കോപത്തീ അടച്ചു നിന്നു. ബെത്സയിദ ഉളക്കരയിലെ രോഗി പോൽ ഞാൻ തിളങ്ങവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ. ഓ എന്റെ മോചക, നമ്മൾ ചേർത്ത് ചേർന്ന് പാടാം. ബെത്സയിദ ഉളക്കരയിലെ രോഗി പോൽ ഞാൻ തിളങ്ങവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ. ഓ എന്റെ യേശുവേ, ബെത്സയിദ ഉള്ളക്കരയിലെ രോഗി പോൽ ഞാൻ തിളങ്ങവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ. ഓ എന്റെ യേശുവേ, ബെത്സയിദ ഉള്ളക്കരയിലെ രോഗി പോൽ ഞാൻ തിളങ്ങവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ. ഓ എന്റെ യേശുവേ, ബെത്സയിദ ഉളക്കരയിലെ രോഗി പോൽ ഞാൻ തിളങ്ങവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകലേ. ഓ എന്റെ യേശുവേ, 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 യേശുവിന്റെ ശക്തിയാണ്, വൈകലേ. യേശുവിന്റെ ശക്തിയാണ്. നാമത്തിൽ അഴിയട്ടെ, അഴിയട്ടെ, അഴിയട്ടെ. ശരീരത്തിൽ അഴിയട്ടെ, ദേശത്തും അഴിയട്ടെ, കുടുംബങ്ങളിൽ അഴിയട്ടെ, വ്യക്തിയിൽ അഴിയട്ടെ. പീഡകളെല്ലാം അഴിയട്ടെ, യേശുനാമത്തിൽ അഴിയട്ടെ. മാരക പീഡകളോ യേശുനാമത്തിൽ അഴിയട്ടെ. നസ്രായനായ യേശുവിന്റെ നാമത്തിലോ അഴിയട്ടെ, അഴിയട്ടെ. ശരീരം വിട്ട് അകന്നു പോകട്ടെ. യേശുനാമത്തിലോ കൽപ്പിക്കുന്നു, ശരീരത്തിൽ നിന്ന് അകന്നു പോകുക. രോഗാരൂപി നിന്നോട് കൽപ്പിക്കുന്നു, യേശുനാമത്തിലോ അകന്നു പോകുക. നിത്യനരകത്തിലേക്ക് ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു. യേശുവേ നന്ദി. കൃപ ചൊരിഞ്ഞ് ഈ മണിക്കൂറുകളോർത്ത് നന്ദി പറഞ്ഞേ. ഒരു നിമിഷം കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച് പരിശുദ്ധ കുർബാനയിലേക്ക് നിന്ന് നോക്കിക്കേ. ഈശോയുടെ സാന്നിധ്യം, സുഖപ്പെടുത്തിയ യേശുവിന്റെ കാരുണ്യം, മാർക്ക് കൊടുത്ത യേശുവിന്റെ സാന്നിധ്യം, അനുഗ്രഹിക്കുന്ന തമ്പുരാന്റെ അഭിഷേകം ഇതാ നമ്മുടെ മധ്യത്തിലാണ്. ഓരോ സാക്ഷ്യങ്ങളും വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. ഓരോ സാക്ഷികളും പരിശുദ്ധ കുർബാനയോടുള്ള യേശുവിനുള്ള സ്നേഹം വർദ്ധിക്കുവാൻ വേണ്ടിയിട്ടാണ്. അവൻ എന്നും ജീവിക്കുന്നു. സൗഖ്യദാതാവായി അവൻ എന്നും ജീവിക്കുന്നു. പരിശുദ്ധ കുർബാനയില് വചനമായ യേശു ഇന്ന് അപ്പത്തിലോ ജീവിക്കുകയാണ്. ഓരോ മകനും മകളും പ്രാർത്ഥിച്ച് സഹോദരി സാക്ഷ്യപ്പെടുത്തിയിരിക്കും. ഞാൻ അവധിക്ക് നാട്ടിൽ വരുമ്പോൾ ഇവിടെ ആരാധനയിൽ പങ്കെടുക്കാറുണ്ട്. കുറച്ചു നാളായി എനിക്ക് ഇടയ്ക്ക് കാലിനും നടുവിനും ഒക്കെ എല്ലാം വേദനയാണ്. 1-2 പേര് പറഞ്ഞു കിഡ്നിയില് സ്റ്റോൺ ആണെന്ന്, അതിന് സാധ്യതയുണ്ടെന്നും പറഞ്ഞു. കഴിഞ്ഞതിന് മുമ്പിലത്തെ വെള്ളിയാഴ്ചയിൽ ഞാൻ ആരാധനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്റെ കൂട്ടുകാരിയുടെ കസിന്റെ കാര്യം ഓർത്തു, കരഞ്ഞു പ്രാർത്ഥിച്ചു. ആ കുട്ടി 3ാമത്തെ പ്രസവ സമയത്ത് ന്യൂമോണിയ ബാധിച്ച് വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു. തീരെ അവശ നിലയിലായിരുന്നു. മൂത്ത 2 മക്കളെയും ചേച്ചിമാരാണ് നോക്കിയിരുന്നത്. 3 മാസത്തോളമായി വെന്റിലേറ്ററിൽ
കഴിയുകയായിരുന്നു. ഈ കാര്യം ഓർത്ത് കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. തന്റെ വേദനകളെ മറന്ന്, തന്റെ രോഗങ്ങളെ മറന്ന് തന്റെ സുഹൃത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെട്ടു. പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവനുള്ള ദൈവം ആ സഹോദരിക്ക് ജീവൻ കൊടുത്തു. വെന്റിലേറ്ററിൽ നിന്ന് ആ ദിവസം തന്നെ റൂമിലേക്ക് മാറ്റി സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? അവൻ ഇന്നും ജീവിക്കുന്നു. ജീവൻ നൽകുവാൻ യുഗാന്ത്യം വരെ ലോകാവസാനത്തോളം മനുഷ്യ മക്കൾക്ക്, തന്റെ മക്കൾക്ക് ജീവൻ പകർന്നുകൊണ്ട് ജീവനുള്ള ദൈവം ഇന്നും പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുകയാണ്. ആ യേശുവാണ് ആ മകളെ സുഖപ്പെടുത്തിയത്. കഴിവല്ല മക്കളെ, കരുണയാണ്. തന്റെ ശരീരത്തോട് വിട പറഞ്ഞുകൊണ്ട് ജീവനോട് മല്ലടിക്കുന്ന തന്റെ കൂട്ടുകാരിയെ സമർപ്പിച്ചപ്പോൾ കർത്താവിന്റെ മഹത്വത്തോട് വെളിപ്പെട്ടു. മക്കളെ, കരുണയാണ്, ഇത് കാരുണ്യാണ്. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. മറ്റുള്ളവരോട് കരുണ തോന്നുന്ന ആ ഒരു വലിയ മനോഭാവം, തന്നെ തന്നെ മറന്നുകൊണ്ട് വേദനിക്കുന്നവരോട് കരുണ കാണിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം. കുരിശിൽ കടന്നുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചതല്ലേ? പാപത്തിന്റെ ചെളിക്കുള്ളിലൂടെ വ്യാപരിക്കുമ്പോൾ, പാപത്തിന്റെ അടിമത്തത്തിലേക്ക് കടന്നു പോകുമ്പോ നശിക്കുന്ന തന്റെ പൊന്നോമനകളെ കണ്ടുകൊണ്ട് യേശു കുരിശിൽ കടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് എനിക്കും നിങ്ങൾക്കും ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിച്ച തമ്പുരാന്റെ കാരുണ്യമാണ് അപ്പത്തിനുള്ളിൽ വസിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യം. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ദൈവം എഴുന്നേൽക്കുന്നു, മക്കൾക്കായി ഇറങ്ങിയിടുന്നു. പലവിധമാ പ്രതികൂലങ്ങൾ പല വഴിയാ ചിതറിയിടുന്നു. ചേർന്ന് പാടാം. ദൈവം എഴുന്നേൽക്കുന്നു, മക്കൾക്കായി ഇറങ്ങിയിടുന്നു. പലവിധമാ പ്രതികൂലങ്ങൾ പല വഴിയാ ചിതറിയിടുന്നു. കരങ്ങൾ ഉയർത്തി പാടാം. തോൽക്കില്ല നമ്മൾ, ജയവീരർ നമ്മൾ, ദൈവത്തിൻ മക്കൾ നമ്മൾ. തോൽക്കില്ല നമ്മൾ, ജയവീരർ നമ്മൾ, ദൈവത്തിൻ മക്കൾ നമ്മൾ. പാടാം. തോൽക്കില്ല നമ്മൾ, ജയവീരർ നമ്മൾ, ദൈവത്തിൻ മക്കൾ നമ്മൾ. തോൽക്കില്ല നമ്മൾ, ജയവീരർ നമ്മൾ, ദൈവത്തിൻ മക്കൾ നമ്മൾ. സത്യമരക്കച്ചയാക്കുക, നീതിയെ കവചമാക്കുക, വിശ്വാസം പരിചയാക്കുക, രക്ഷയെ ശിരസ്തമാക്കുക. സത്യമരക്കച്ചയാക്കുക, നീതിയെ കവചമാക്കുക, വിശ്വാസം പരിചയാക്കുക, രക്ഷയെ ശിരസ്തമാക്കുക. കരമുയർത്തി പാടാം. തോൽക്കില്ല നമ്മൾ, ജയവീരർ നമ്മൾ, ദൈവത്തിൻ മക്കൾ നമ്മൾ. തോൽക്കില്ല നമ്മൾ, ജയവീരർ നമ്മൾ, ദൈവത്തിൻ മക്കൾ നമ്മൾ. തോൽക്കില്ല നമ്മൾ, ജയവീരർ നമ്മൾ, ദൈവത്തിൻ മക്കൾ നമ്മൾ. തോൽക്കില്ല നമ്മൾ, ജയവീരർ നമ്മൾ, ദൈവത്തിൻ മക്കൾ നമ്മൾ.
ആത്മാവ് നിറയട്ടെ ഓരോ മകനിലും മകളിലും. ദൈവാത്മാവിൽ നിറഞ്ഞു പ്രാർത്ഥിക്കുക. എല്ലാ മക്കളും ആത്മാവിൽ നിറഞ്ഞ് മടികൂടാതെ തീഷ്ണതയോടെ അലസത വെടിഞ്ഞ് തമ്പുരാനെ മഹത്വപ്പെടുത്തുന്ന കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? എല്ലാ നിയോഗത്തിന്റെ മേലും ദൈവാത്മാവ് വെളിപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? എല്ലാവരും ചേർന്ന് അഭിഷേകത്തോടെ, വിശ്വാസത്തോടെ, സ്നേഹത്തോടെ, എളിമയോടെ നന്ദി കരമടിച്ച് വചനമെന്ന വാളെടുക്കുക, വിശുദ്ധിയെ ധരിച്ചു കൊള്ളുക, ഭൂവിനറ്റത്തോളം സുവിശേഷം ഘോഷിക്കുക. വചനമെന്ന വാളെടുക്കുക, വിശുദ്ധിയെ ധരിച്ചു കൊള്ളുക, ഭൂവിനറ്റത്തോളം സുവിശേഷം ഘോഷിക്കുക. കർമ്മയത്തിയടിച്ചു പാടാം. തോൽക്കില്ല നമ്മൾ, ജയവീരർ നമ്മൾ, ദൈവത്തിൻ മക്കൾ നമ്മൾ. 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 ഹല്ലേലൂയ. കൃപ ചൊരിയുന്ന കർത്താവിന്റെ വലിയ കാരുണ്യത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. സഹോദരി സാക്ഷ്യപ്പെടുത്തിയിരിക്കുക, എന്റെ മകന് +2 പരീക്ഷയിൽ എക്കണോമിക്സ് ഭയങ്കര പാടായിരുന്നു. അങ്ങനെ ആരാധന കൂടി സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്ന് പ്രാർത്ഥനയുടെ ഫലമായി അവന് നല്ല മാർക്ക് ലഭിച്ചു. കൂടാതെ ഞങ്ങൾക്ക് ബിസിനസ് ചെയ്യുവാനായി ഒരു നല്ല വാഹനവും ഈശോ നൽകി. +2 പരീക്ഷയിൽ എക്കണോമിക്സ് പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ബിസിനസ് നടത്താനായിട്ട് കർത്താവ് ഒരു വാഹനോട് കൊടുത്തു. തമ്പുരാന്റെ അനന്തമായ സ്നേഹത്തിന് മുമ്പിൽ നമുക്ക് മുട്ടുമടക്കാം. എല്ലാവരും മുട്ടുമേലായിരിക്കും. എല്ലാ നിയമങ്ങളെയും സമർപ്പിക്കുക, എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുക. ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക. ബാക്കിയുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. 2 വർഷം 3 വർഷമൊക്കെ ആയിട്ട് പ്രാർത്ഥനയിൽ നിരന്തരമായിട്ട് വന്ന് പങ്കുചേർന്നവരുടെ സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത്. വിദേശ രാജ്യങ്ങളിൽ നിരന്തരം ഇരുന്ന് ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുന്ന മക്കള് ഇന്റർനെറ്റിലൂടെ വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചതയും തീഷ്ണതയോടെ കണ്ട മക്കളുടെ ജീവിതത്തിലുണ്ടായ കർത്താവിന്റെ ഇടപെടല്. നമ്മൾ ഓടി നടക്കുന്നവരായി മാറരുത്. വിശ്വാസത്തിന് കുറവ് വരുമ്പോഴാ നമ്മൾ ഈശോയെ അന്വേഷിച്ച് നടക്കും. നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളൊന്നും സാധിക്കാത്തപ്പോ നമ്മൾ പറയാം, അവിടെയില്ല ഈശ്വരൻ, ഇവിടെയില്ല. അങ്ങനെ ഈശ്വരനെ തേടിയുള്ള അലച്ചിലാണ്. പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവനുള്ള ദൈവം ഓരോ ശുശ്രൂഷയിലൂടെയും ദൈവവചനം കേട്ട് വിശ്വാസത്തിൽ ആഴപ്പെടുമ്പോൾ ദൈവത്തിന്റെ മഹത്വം സ്വീകരിച്ച് പരിശുദ്ധ കുർബാനയുടെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ വലിയ ദൈവിക രഹസ്യമാണ് സിഹിയോൻ ഒട്ടുശാലയിൽ യേശു സ്ഥാപിച്ചത്. എന്നിട്ട് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് അവിടുന്ന് അവരോട് പറഞ്ഞു കൊടുത്തു, കുളി കഴിഞ്ഞവന്റെ പാദം മാത്രം കഴുകിയാൽ മതി. മാമോദിസ സ്വീകരിച്ച ഓരോ മകനും മകളും അവന്റെ ജീവിതത്തിൽ ചെയ്തു പോകുന്ന പാപത്തിന്റെ വഴികളെ ഓർത്ത് അനുദപിച്ച് മാത്രം മതി, അഭിഷേകം നിറയും. എന്നിട്ടാണ് യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തത്.
പാനപാത്രം എടുത്തുയർത്തി വാഴ്ത്തി അവർക്ക് കൊടുത്തത്. കുളി കഴിഞ്ഞവരാണ് നാം ഓരോരുത്തർ. സ്നാനം സ്വീകരിച്ചവരാണ്, കൂദാശ സ്വീകരിച്ചവരാണ്. ചെയ്തുപോയ പാപത്തിന്റെ വഴികളെ ഒന്നൊന്നായി ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടുന്ന് സ്ഥാപിച്ച പരിശുദ്ധ കുർബാനയോട് ചേർന്ന് അവന്റെ ശരീരത്തോടും രക്തത്തോടും ചേർന്ന് ജീവിക്കുമ്പോൾ അപ്പസ്തോലന്മാരിൽ വെളിപ്പെട്ട മഹത്വം നമ്മളിലും വെളിപ്പെടുമെന്നാണ് പരിശുദ്ധ കന്യാമറിയത്തോട് ചേർന്ന് സഹിയോനൊട്ടുശാലയിൽ പ്രാർത്ഥിച്ചിരുന്ന അപ്പസ്തോലന്മാരുടെ ശിഷ്യന്മാരുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തിക്കൊണ്ട് കർത്താവ് തന്റെ മഹത്വം അവിടെ ഇസ്രായേലിന് വെളിപ്പെടുത്തി കൊടുത്തു. പ്രാർത്ഥിച്ചു ഓരോ മക്കളും. പരിശുദ്ധ കുർബാനയാണ് രക്ഷ. യേശുവിന്റെ തിരുശരീര രക്തത്തിലൂടെ അല്ലാതെ, കൂദാശകളിലൂടെ അല്ലാതെ ഒരിക്കലും ഇസ്രായേൽ രക്ഷ പ്രാപിക്കുന്നില്ല. ഇന്ന് നമ്മളൊക്കെ നൊവേനകളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മഹത്വം വെളിപ്പെടുന്നത് പരിശുദ്ധ കുർബാനയിലൂടെയാണ്. എന്തൊരു അബദ്ധ സഞ്ചാരമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പെൺകുട്ടി പറഞ്ഞു, ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുക, ബ്രദർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഒരു നൊവേനയുടെ സമയം പറഞ്ഞു. ഈ സമയത്ത് അവിടെ നൊവേന നടക്കുക. ആ സമയത്ത് ഇന്ന് നൊവേന കൂടി മടങ്ങിപ്പോകാൻ വേണ്ടി ബസ്സിൽ യാത്ര ചെയ്യുന്ന സഹോദരി. പ്രിയ ദൈവജനമേ, യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവിടെ അരുളി ചെയ്തു, ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, പാനം ചെയ്യുവിൻ. ഇത് ജീവന്റെ അപ്പമാണ്, നിത്യജീവന്റെ അപ്പമാണ്. ഏതെല്ലാം കാര്യങ്ങളില് സാധ്യത കുറഞ്ഞു പോകുന്നു, ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ എവിടെ ഉണ്ടാകുന്നു, അവിടെ ജീവൻ പകർന്നു തരുവാൻ അവൻ പരിശുദ്ധ കുർബാനയായി അവിടുന്ന് രൂപാന്തരപ്പെട്ടു. നിരന്തരമായി ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആ യേശുവിനെ നിരന്തരം ശരീരത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ, വചനം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ, പ്രിയ ദൈവജനമേ, അനുഗ്രഹമായി, അഭിഷേകമായി, സാന്നിധ്യമായി നമ്മുടെ ജീവിതം മാറ്റപ്പെടുകയാണ്. പ്രാർത്ഥിച്ച് ഓടി നടക്കുന്നവരായി മാറില്ല. ഈശോയെ അന്വേഷിച്ച് ഓടി നടക്കുന്നവരാ ഇന്ന് 90% വ്യക്തികളും. പരിശുദ്ധ കുർബാനയിലോ യേശു ഉണ്ട് മക്കളെ. തിരുവചനം കേട്ട് യേശുവിനെ ആരാധിക്കുമ്പോൾ, യേശുവിനെ പരിശുദ്ധ കുർബാനയിലൂടെ അപ്പത്തിലൂടെ സ്വീകരിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ശരീരങ്ങളിലോ വെളിപ്പെടും. പ്രാർത്ഥിച്ച് വിശുദ്ധ ജീവിതം ആഗ്രഹിച്ച് പ്രലോഭകനെ ആട്ടിപ്പായിക്കണം. ശരീരത്തിന്റെ പ്രവണത കടന്നു വരുമ്പോഴോ ദൈവത്തിന്റെ വചനത്താൽ ആ പ്രവണതയെ ഇല്ലായ്മ ചെയ്യണം. ജഡത്തിന്റെ ആസക്തികളെ തിരുവചനത്തിന്റെ ശക്തിയാൽ ആട്ടിപ്പായിക്കണം. മക്കള് പ്രാർത്ഥിച്ച്, മനുഷ്യൻ ബലഹീനനാണ്. മനുഷ്യനായ അവതരിച്ച ദൈവവും ആ ബലഹീനതകളുടെ വക്കിലൂടെ കടന്നുപോയപ്പോൾ, 40 രാവും പകലും കടന്നുപോയപ്പോൾ ആ പ്രലോഭനത്തെ അതിജീവിക്കുവാനുള്ള ശക്തി തിരുവചനത്തിനുണ്ടെന്ന് മനുഷ്യനായി അവതരിച്ച ദൈവത്തിന്റെ പുത്രൻ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പൊ ഈശോയോട് പ്രാർത്ഥിച്ച്, പുകവലി, മദ്യപാനം, മയക്കുമരുന്ന്, സ്വയംഭോഗം, സ്വവർഗഭോഗം, വ്യഭിചാരം, ഭക്ഷണാസക്തി, ദ്രവ്യാസക്തി, സൗന്ദര്യത്തോടുള്ള ആരാധന, ശരീരത്തെ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കുന്ന മനോഭാവം, സുഖലോലുപതയിലും മദ്യലഹരിയിലും അവിഹിത വേഴ്ചകളിലും ജീവിക്കുവാനുള്ള ആഗ്രഹം, ഇതെല്ലാം ഈശോ ഏറ്റെടുക്കുകയാണ്. തലവേദനയുള്ള 6 വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യപ്പെടുത്തുന്നു എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ആ സൗഖ്യം ഇപ്പോൾ 8ഓളം വ്യക്തികളിലേക്ക് വ്യാപരിച്ചതായി ആത്മാവ് കാണിച്ചു തരുന്നുണ്ട്. പ്രാർത്ഥിച്ചേ, അഭിഷേകം നിറയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകളെല്ലാം അഴിയട്ടെ, പീഡകളെല്ലാം നീങ്ങിപ്പോകട്ടെ, കുടുംബം അഭിഷേകം പ്രാപിക്കട്ടെ, ദൈവിക ശരീരമായി ശരീരം രൂപാന്തരപ്പെടട്ടെ,
രൂപാന്തരപ്പെട്ട യേശുവിന്റെ മഹത്വം ശരീരങ്ങളിൽ വെളിപ്പെടട്ടെ. സൗഖ്യമായി, അനുഗ്രഹമായി, അഭിഷേകമായി, സാന്നിധ്യമായി. സൂര്യ തേജസ്, മുഖകാന്തി പ്രശോഭിപ്പിക്കട്ടെ. മുഖത്ത് കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. അഭിഷേകം നിറയട്ടെ. മക്കൾ പ്രാർത്ഥിച്ചേ, ഓരോ മകനും മകളും പ്രാർത്ഥിച്ചേ. തേജസ് ഉണ്ടാകട്ടെ. ദൈവിക സാന്നിധ്യം, ദൈവിക തേജസ് മുഖത്ത് ഓരോ മുഖങ്ങളിലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചേ. അഭിഷേകം നിറയട്ടെ. കർത്താവേ, നിന്നെപ്പോലെ ആക്കണേ. പത്രോസിലേക്ക് നോക്കിയപ്പോ സൗഖ്യം കിട്ടിയേ. പത്രോസിന്റെ നിഴലടിച്ചപ്പോൾ സൗഖ്യം ഉണ്ടാവുകയാ. അഭിഷേകം വ്യാപരിക്കുക. ക്രിസ്തുവിന്റെ അഭിഷേകം അവന്റെ വസ്ത്രത്തിലോ വിളമ്പിലൊന്ന് സ്പർശിച്ചാൽ ഞാൻ സൗഖ്യം പ്രാപിച്ചേനെ. അവർ സൗഖ്യം പ്രാപിച്ചു. ശക്തി വ്യാപരിച്ചു. അതേ ശക്തിയാണ് ഓരോ മകന്റെയും മകളിലെ ഉള്ളിലേക്ക് കടന്നു വരുന്ന അപ്പത്തിന്റെ രൂപത്തില്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന്റെ പുരോഹിതനോട് ചേർന്ന് സകല നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് സകല പീഡകളും വ്യാധികളും വിട്ടൊഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയുടെ മേൽ വ്യാപരിക്കുന്ന സകല അന്ധകാര ശക്തികളും, ഈ ശുശ്രൂഷയ്ക്ക് തടസ്സം നിൽക്കുന്ന സകല തിന്മയുടെ അരൂപികളും രാഗാരൂപികളും സജീവനായ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ ശക്തിയാൽ ശുശ്രൂഷകരിൽ നിന്ന്, അവരുടെ കുടുംബങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് യേശു നാമത്തിലോ വിട്ടുകൊണ്ടു പോകട്ടെ. കരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഒന്ന് ചേർന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? സ്നേഹത്തോടെ വിളിക്കാമോ? രക്ഷകനായ ദൈവത്തെ വിളിക്കാമോ? രക്ഷിക്കുന്നവനെ വിളിക്കാമോ? കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. എല്ലാവരും ഇവിടെ ദേവാലയത്തിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ മകന്റെയും മകളുടെയും നിയോഗത്തിന്റെ മേല, ഇന്ന് ആരാധന ഏറ്റെടുത്ത് നടത്തുന്ന കുടുംബങ്ങളുടെ മേല, ഇന്ന് ദിവികാണ്ഡനാഥന്റെ സന്നിധി പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന കുടുംബത്തിന്റെ മേല, ഓരോ ശുശ്രൂഷകരുടെ മേലും ധ്യാനത്തിന്റെ മേല, ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ കുന്നനാന സിഹിയോൻ ധ്യാന കേന്ദ്രത്തില് ഈ ടീമിന് ധ്യാനം നടക്കുകയാ. ആ ധ്യാന സെന്ററിലേക്ക് കടന്നു വരുന്ന മക്കളുടെ മേല്, ശുശ്രൂഷ ചെയ്യുന്ന ഓരോ മകന്റെയും മകളുടെ മേല്, അവരുടെ കുടുംബത്തിന്റെ മേല് ദൈവത്തിന്റെ മഹത്വം, ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ചേർന്ന് ഒന്ന് ചേർന്ന് ഈശോയെ വിളിക്കുന്നു. ഈശോയെ എന്ന് 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 വിളിക്കുന്നു. ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോദതമപ്പം നീ, നിത്യമഹോദതമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം എല്ലാവരും തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുക ചിന്തണമേ ദിവ്യവരങ്ങൾ, നിർമ്മലരായി ജീവിച്ചിടുക
ചിന്തണമേ ദിവ്യവരങ്ങൾ. നമ്മെ അനുഗ്രഹിക്കുന്ന നിമിഷം ആണിപ്പോഴത്തുള്ള കരങ്ങളാൽ ഓരോ കുടുംബങ്ങളെയും ദേശത്തെയും എല്ലാം ലോകം മുഴുവനെ ഈശോ അനുഗ്രഹിക്കുകയും നമ്മുടെ ധ്യാനത്തെ സമർപ്പിച്ച് ആ ധ്യാനിക്കുന്ന മക്കളെ സമർപ്പിച്ച് ധ്യാനിപ്പിക്കുന്ന മക്കളെ സമർപ്പിച്ച് അതിനുവേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ സമർപ്പിച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമുക്കൊന്ന് സ്തുതിക്കാം. വലിയ മാനസാന്തരത്തിന്റെ ദൈവിക ഫലങ്ങൾ ഉളവാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയോടെ ശുശ്രൂഷ ചെയ്യുവാനുള്ള വലിയ കൃപ അഭിഷേകം അവിടെ വ്യാപരിക്കപ്പെടട്ടെ. അതിന് തടസ്സം നിൽക്കുന്ന എല്ലാ അരൂപികളും യേശുവിന്റെ നാമത്തില് ദുഷ്ടപിശാചുകള് കെട്ടൊഴിഞ്ഞു പോകട്ടെ. കരമുയർത്തി ഈശോയെന്ന് വിളിക്കുന്നു, 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 ഈശോയെന്ന് വിളിക്കുന്നു. യേശുവേ നന്ദി. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ആരാധന ആരാധന അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ആരാധന ആരാധന അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ആരാധന ആരാധന